നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന ചെറിയ ഭാഗം മാത്രം ഇട്ടത് വീഡിയോ ദീർഘിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവരെ തന്നെ പിണറായി വിജയൻ ട്രോളുന്ന ഒരു ഭാഗമുണ്ട്. ഖുർആൻ ആയത്തിന്റെ മലയാളം പരിഭാഷ വായിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുന്ന ചെറിയ ചില വാക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പാടില്ല സുഹൃത്തെ, ഇവരൊക്കെയും ആ മഹാനായ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ മാത്രം. ഞാൻ അങ്ങ് ഉന്നയിച്ചുകൊണ്ട് പറയുകയാണല്ലേ, ഞാൻ പറയുന്നതായിരുന്നില്ല. എന്നാൽ നാം ഇന്ന് എന്തിന്റെ പുറകെയാണ്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? വിഗ്രഹങ്ങളോട്. ജീവിക്കുന്നവരും മരിച്ചവരുമായ ആൾ ദൈവങ്ങളോട്. പുണ്യാളന്മാർ, ഔലിയ, ബീവി, സിദ്ധൻ. പാടില്ല സുഹൃത്തെ, ഇവരൊക്കെയും ആ മഹാനായ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ മാത്രം. ഇവരൊന്നിച്ചു കൂടിയാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ദൈവവിശ്വാസിയല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമസഭയിൽ ഇരുന്നു കൊണ്ട് പറയേണ്ടി വന്നത് ഇവർക്കെതിരായിരുന്നു. ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കെതിരായിരുന്നു. അത് നമ്മൾ കൊള്ളുകയും ചെയ്യുന്നില്ല, തള്ളുകയും ചെയ്യുന്നില്ല. എന്നാൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ആ പ്രത്യയശാസ്ത്രം അത് ആരാണ് ഇവർക്ക് പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ലഭിച്ചത്? ഇനി നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ മുമ്പേ കാണിച്ചതാണ്, ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട്. മറ്റൊരാൾ പറയുന്ന അജ്മീർ ഖാജയുടെ അടുത്ത് പോയിട്ട് ഔറംഗസീബിന്റെ പേരിൽ ഒരു കള്ളം പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന വീഡിയോയില് മറ്റൊരാൾ പറഞ്ഞതാണ്. ഇത് വേറൊരാളാണ്. കണ്ടു നോക്കൂ നിങ്ങള്. ഔറംഗസേബ് മഹാനായ അജ്മീർ ഖാജ തങ്ങളെ സന്ദർശിക്കാൻ ചെന്നു. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ കമാ വഖഅ ഫി അഹദി സുൽത്താനിൽ ആദം ഔറംഗസീബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാലോ, മഹാനായ ഔറംഗസീബ് ഷാജഹാൻ ചക്രവർത്തിയുടെ പുത്രൻ. ഔറംഗസീബ് വലിയ വിലായത്തിന്റെ മർത്തബയിലെത്തിയ ആളാണ്. മഹാനായ ശംസുൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്. അന്നഹു ബഅദമാ സാറ റൗദത ശരീഫത ദഹബ ഇലൽ മസ്ജിദ് ഷാജഹാനി ലിസ്സലാ. റൗദ ഷരീഫ എന്നാണ് അജ്മീർ റൗദയെ പറ്റി പറയുന്നത് മഹാനായ ശംസുൽ ഉലമ. ആ റൗദയിൽ ചെന്നിട്ട് അതിനുശേഷം അതിന്റെ പരിസരത്തുള്ള ഷാജഹാനി പള്ളിയിൽ നിസ്കരിക്കാൻ പോയി ഔറംഗസേബ്. വഫി ത്വരീഖ റഅ അഅ്മാ ജാലിസൻ യദ്ഉ. അപ്പോൾ ഒരു കണ്ണ് കാണാത്ത ആളാ അജ്മീർ ദർഗയിൽ ഇരുന്ന് ഇങ്ങനെ ദ്വാരക്കണത്. അപ്പോ സുൽത്താൻ ചോദിച്ചു, ഔറംഗസേബ് ചോദിച്ചു, എന്താ ഇയാളുടെ സ്ഥിതി, എന്താ ഇയാള് ഇങ്ങനെ ഇവിടുന്ന് കണ്ണ് കാണാത്ത ആളാണ്. അപ്പോൾ ആർക്കും ഉണ്ടാവില്ല കണ്ണ് കാണാത്ത ആളെ കാണുമ്പോ വിഷയം അന്വേഷിക്കല്. അപ്പൊ ആ കണ്ണ് കാണാത്ത ആള് പറഞ്ഞു, ഇന്നി ഹാഹുന മുന്ദു സമാനിൻ അഷ്കു അമാ ബസരി വലം യുഫിദിനി. ഞാൻ കുറെ കാലായി ദർഗയിൽ വന്നിട്ട് എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണി, എനിക്ക് ഇതുവരെ കാര്യം കിട്ടില്ല. ഔറംഗസേബിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വന്നിട്ട് കുറെ ആയിട്ട് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടില്ല പറഞ്ഞത്. ഔറംഗസേബ് ഫഖാല സുൽത്താൻ ഔറംഗസേബ് പറഞ്ഞു, ലിമം മാഹു, അദ്ദേഹത്തോടൊപ്പമുള്ള പട്ടാളക്കാരൊക്കെ ഉണ്ടാവില്ല, രാജാവല്ലേ, അവരോട് പറഞ്ഞു, ബിഹൈസു യസ്മഉൽ അഅ്മ, ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ കൂടി കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു, ഇല്ലം യകുൻ ഹാദൽ അഅ്മ ബസീറൻ ഖബല റുജൂഇ മിനസ് സ്വലാത്തി ഫദ്രിബു ഉനുഖഹു. ഞാൻ നിസ്കരിച്ചു വരുമ്പോഴത്തേന് ഇയാൾക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ ഇയാളെ തല വെട്ടിക്കളിയാണ്. ഞാൻ നിസ്കരിച്ചു വരുന്നതിന്റെ ഉള്ളിലായിട്ട് ഇയാളുടെ കണ്ണിന് കാഴ്ച കിട്ടില്ലെങ്കിൽ ഇയാളെ കൊന്നു കളയാൻ പറഞ്ഞു. രാജാവാണ് പറഞ്ഞത്, നടപ്പാക്കാൻ കഴിയുന്ന ആളാ പറഞ്ഞത്. കണ്ണ് കാണാത്ത ഈ അന്ധനായ മനുഷ്യന് മനസ്സിലായി, എന്റെ കഥ കഴിഞ്ഞു, എനിക്ക് ഇനിയിപ്പോ ആകെ ആയുസുള്ള എന്താ, സുൽത്താൻ നിസ്കരിച്ചു വരുന്ന സമയം വരെ എനിക്ക് ഇനി ആയുസുണ്ടാവുള്ളൂ. അപ്പൊ പിന്നൊരു ദുആയിരുന്നു കണ്ണ് കാണാത്ത ആള് ഖാജ തങ്ങളോട്. അപ്പൊ പിന്നൊരു ദുആയിരുന്നു കണ്ണ് കാണാത്ത ആള് ഖാജ തങ്ങളോട്. അപ്പൊ പിന്നൊരു ദുആയിരുന്നു കണ്ണ് കാണാത്ത ആള് ഖാജ തങ്ങളോട്. ഫസാറൽ അഅ്മ ബസീറ, കണ്ണിങ്ങട്ട് തിരിച്ചു കിട്ടി, കാഴ്ച തിരിച്ചു കിട്ടി. ഖബല റുജൂഇ സുൽത്താൻ തിരിച്ചു വരുന്നതിന് മുമ്പ് കാഴ്ചയുള്ളവനായി. വലമ്മാ റഅഹു സുൽത്താനു ബസീറൻ, സുൽത്താൻ കൊന്നു കളയാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. സുൽത്താൻ ഇതറിയാം, ഔറംഗസേബിന് അറിയാം, ദർഗയിൽ വന്ന് വേണ്ട വിധം ചോദിച്ചാൽ കിട്ടും. ഇയാൾ ഇതുവരെ വേണ്ട വിധം ചോദിച്ചിട്ടില്ല. അയാളോട് വേണ്ട വിധം ചോദിപ്പിക്കാനാണ് ഈ പണിയെടുത്തത്. അതുകൊണ്ട് സുൽത്താൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇൻ കുന്ത സാദിഖൻ ഖബല ഹാദാ
നിൽത്ത മഖ്സൂദക വഫുസ്ത ബിഹാജതിക ഖബല സമാൻ. കുറെ കാലമായി ഇവിടുന്ന് ചേർന്നിട്ട് കിട്ടില്ല അല്ലേ പറഞ്ഞത്? ഈ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ നേരത്തെ കിട്ടുമായിരുന്നു. ഇത് ശംസുൽ ഉലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ദർഗയിലായിട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകുന്നോണ്ടൊന്നും ഉത്തരം കിട്ടൂല. ആ ശൈഖിനെ നമ്മളായിട്ട് വിശ്വാസത്തിലെടുത്തിട്ട് ഇത് കിട്ടിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതുമായിട്ടാണ് പോരാ. അതിൽ പറയുന്നത് എന്താണ്? അന്ന് പറഞ്ഞ അതേ സാധനം തന്നെ ഒരാളൊരു നുണ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ നുണയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. പിന്നെ നുണയോട് നുണയാണ്. ഇതിപ്പോ ആരാണ് എഴുതി വെച്ചിട്ടുള്ളത്? EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ശംസുൽ ഉലമ എന്ന് പറയുന്ന ഇവരുടെ ഉസ്താദാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാ മൂപ്പർക്ക് മലയാളത്തിൽ എഴുതി വെച്ചാൽ പോരെ? മലയാളം അറിയായിട്ടാണോ ഈ അറബിയിൽ എഴുതിയിട്ടുള്ളത്? ആണോ? ഇത് അറബികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നത് അറബി നാട്ടിലല്ലേ കൊണ്ടുപോയിട്ട് പ്രചരിപ്പിക്കേണ്ടത്? ഈ സാധനം മുസ്ലിയാക്കന്മാർക്കിടയിൽ പ്രചരിപ്പിക്കാനാണ് എഴുതി വെച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഓരോ അതിന്റെ അർത്ഥേ പറഞ്ഞു കൊടുക്കണുള്ളൂ. എന്തേത് മലയാളത്തിൽ എഴുതാറുണ്ട്? അന്ന് പൊളിയുമായിരുന്നോ, അന്ന് പിരിച്ചുവിടേണ്ടി വരുമായിരുന്നു, ഇജ്ജാതി നുണകൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നും ആളുകൾ ഈ യുഗപുരുഷന്മാരായിട്ടും വിശ്വഗുരുവായിട്ടും ഒക്കെ കാണുന്ന ആളുകളിൽ നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് അന്ന് അറിഞ്ഞിരുന്നു വെച്ചെങ്കിൽ അന്ന് തന്നെ ആളുകള് മയസ്സലാമ വിദാൻ മയസ്സലാമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി, ഞങ്ങളെ വൈക്ക് പോയിക്കോളാന്ന് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് ഇവരെ പോലെ ചില ആളുകൾ തുറന്നു പറയുമ്പോഴാണ് സാധുക്കളായ ആളുകൾ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാവാതെ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഒരു തൗഹീദി പ്രഭാഷണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? ആരാണ് പ്രാർത്ഥന കേൾക്കുക എന്നൊക്കെ സംബന്ധമായിട്ട് ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോയിലേക്ക് സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബിയെ കുറിച്ച് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്നമാ അഷ്കൂ ബസ്സി വഹസ്നി ഇലല്ലാഹ്. എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും ഞാൻ ആരോടാണ് ആവലാതി പറയുന്നത്? അള്ളാഹുവിനോട് മാത്രമാണ്. അല്ലേ? അള്ളാഹുവിനോട് ആവലാതി പറയാം. എന്നാൽ ജനങ്ങൾ ഇന്ന് സുബ്ഹാനല്ലാഹ് ജീവിച്ചിരിക്കുന്നവരോട് ആവലാതി പറയുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ അപകടം മരിച്ചുപോയ ആൾക്കാരുടെ ആവലാതി പറയുന്നതാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യം ബാധിച്ച ആളുകളാണ് മരിച്ചുപോയ ആൾക്കാർ. അവർക്ക് സ്വന്തം ജീവൻ പിടിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ മരിച്ചുപോയത്. ആ മരിച്ചുപോയ ആളുകളോട് ജീവിച്ചിരിക്കുന്ന ആൾ പോയിട്ട് പറയണം, എൻ്റെ കുട്ടീൻ്റെ കാര്യം എന്താണ്, എൻ്റെ വിസ ശരിയായിട്ടില്ല, എൻ്റെ അസുഖം മാറിയിട്ടില്ല. ആരോട് ആവലാതി പറയാം? മരിച്ച ആളോടാണ് ഈ പറയുന്നത്. അവന് ജീവനുണ്ട്. ജീവനുള്ള ആൾ മരിച്ച ആളോട് പോയിട്ട് ആവലാതി പറയാം. സൃഷ്ടികളോട് ആവലാതി പറയരുത്. ആരോടെ പറയേണ്ടത്? അള്ളാഹുവിനോടാണ് പറയേണ്ടത്.